ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനൽ പോലെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആനന്ദ് വന്ന ശ്രുതിയോടായിട്ട് 5 കോടി രൂപയുടെ വീട് 3 കോടി രൂപയ്ക്ക് കൊടുക്കാനുണ്ടെന്നും ആ ഒരു വീടിൻ്റെ ഓണറിന് നല്ല വിദ്യാഭ്യാസ സമ്പന്നനും മാത്രമല്ല നല്ലൊരു ബിസിനസ് മൈൻഡോട് കൂടിയിട്ടുള്ള ചെറുപ്പക്കാരന് വിൽക്കാനാണ് താല്പര്യമെന്നൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് ഓർമ്മ വന്നത് നിന്നെയാണ്, നീ തന്നെ അത് മേടിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഒരു വീടിൻ്റെ ഫോട്ടോ കാണിക്കുകയാണ്. വീട് കാണുമ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്, കൂട്ടത്തിൽ തന്നെ ശ്രുതിക്കും. അങ്ങനെ ഇരുവരും കൂടിയിട്ട് ഈ ഒരു വീട് മേടിക്കാനായിട്ട് ഒരുങ്ങാണ്. അതിനുശേഷം കാണിക്കുന്നത് ശ്രുതി വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയം തന്നെ ശ്രുതി ചന്ദ്രയെ വിളിച്ച് വരുത്തുന്നുണ്ട്. ചന്ദ്രയ്ക്കായിട്ടൊരു സ്വർണ്ണവളയൊക്കെ മേടിച്ച് കൊടുക്കുന്നുണ്ട്. ചന്ദ്രയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കൂടുതൽ തന്നെ രവിക്ക് ഒരു ഷർട്ടും കൊണ്ടുവാണ് മേടിച്ച് കൊടുക്കുന്നത്. കാണുമ്പോൾ തന്നെ സച്ചി ചോദിക്കുന്നുണ്ട്, അമ്മയ്ക്ക് വളയും അച്ഛനും ഷർട്ടും ഉണ്ട്, ഇത് എന്താണ് ഇതെന്ന് ചോദിക്കുന്ന നേരത്ത് എനിക്ക് ഇതൊക്കെ തന്നെ ധാരാളം എന്ന് രവി മറുപടി പറയുന്നുണ്ട്. അതിനുശേഷം ശ്രുതി പറയുകയാണ്, അമ്മേ സ്വർണ്ണവളം മാത്രമല്ല മറ്റൊരു സർപ്രൈസും കൂടി ഉണ്ട്, നഗരത്തിൽ ഒരു 3 കോടി രൂപയുടെ വീടും കൂടി ഞാൻ മേടിക്കാൻ ഒരുങ്ങുകയാണെന്ന് പറയുമ്പോഴത്തേക്ക് ചന്ദ്രയ്ക്ക് അതിലേറെ സന്തോഷമാണ്. എന്നാൽ രവി പറയുന്നുണ്ട്, കിട്ടുന്ന പണം മുഴുവൻ ഇങ്ങനെ ദൂർത്തടിച്ച് പോകുന്നതിന് നല്ലത് അത് സ്വരൂപിച്ച് വയ്ക്കുക, അതിന് ശേഷം പതിയെ വീടൊക്കെ മേടിക്കാൻ ശ്രമിച്ചാൽ പോലെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇപ്പം നമ്മൾ സമ്പാദിച്ചു തുടങ്ങിയാൽ എന്തെങ്കിലും നമുക്ക് കയ്യിൽ കെട്ടുകൾ മാത്രമല്ല, ഇന്ന് അഭിലാഷ് സാറിൻ്റെ കീഴിൽ പല ഡീലർമാരെ ഞാൻ ഒപ്പിച്ച് കൊടുത്തുകൊണ്ട് അതിൻ്റെ 10 ലക്ഷം രൂപ അഡ്വാൻസും എനിക്ക് കിട്ടി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ചന്ദ്രയുടെ കണ്ണ് തള്ളിയിരിക്കുകയാണ്. എല്ലാവർക്കും ഒരു ഷോക്കാവുന്നുണ്ട്. രവി പറയുന്നത് എന്തായാലും നല്ല കാര്യമാണ്, നീ പണ്ടത്തെ പോലെ ഉറക്കം തൂങ്ങി നടക്കുമെന്നല്ല, ഇപ്പം നല്ലൊരു ബിസിനസ് മൈൻഡോട് കൂടി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണെന്നൊക്കെ പറയാണ്. സച്ചിയും അത് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും കേട്ടോ. ഇതേ സമയം തന്നെ ചന്ദ്രയാകട്ടെ തൻ്റെ ശ്രുതിയെ മാത്രം ഉള്ളം കയ്യിൽ പൊക്കി പിടിച്ച് സംസാരിക്കുക, ബാക്കി 2 മക്കളെയും തരം താഴ്ത്തി കെട്ടുന്ന രീതിക്ക് സംസാരിക്കുന്ന നേരത്ത് രവിയും വർഷയും അതിന് തക്ക മറുപടി ചന്ദ്രയ്ക്കായിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിരുന്നാലും ചന്ദ്രയുടെ ഉള്ളിൽ നിന്ന് വെച്ച് തൻ്റെ മകൻ പുതിയ വീട് മേടിച്ചു, ബിസിനസ്സിൽ പടിപടി വെച്ച് കയറുന്നു, അവനിപ്പോൾ രാജയോഗ്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലാണ് ചന്ദ്രയുള്ളത്. ഈ ഒരു സമയത്ത് രവി പറയുന്നുണ്ട്, തലം പറഞ്ഞ് എണ്ണ തേക്കരുത് ചന്ദ്ര, എല്ലാവർക്കും അതിൻ്റേതായ ഒരു സമയം വരും, അതുവരെ നീ വെയിറ്റ് ചെയ്യുക എന്നും പറഞ്ഞുകൊണ്ട് സംസാരിക്കേണ്ട. അതിനുശേഷം കാണിക്കുന്നത് രേവതി വളരെ സങ്കടപ്പെട്ടിരിക്കുന്ന കാണുമ്പോഴത്തേക്കും സച്ചി വന്ന് കാര്യം തിരക്കുന്നുണ്ട്. പെട്ടെന്ന് രേവതി പറയാണ്, നിങ്ങളുടെ ഏട്ടൻ പുതിയ വീട് മേടിച്ചപ്പോൾ വലിയ താമസമില്ലാതെ നിങ്ങളുടെ ഏട്ടൻ അങ്ങോട്ട് പോകും, തൊട്ട് പിന്നാലെ തന്നെ അമ്മയും പോവും, അമ്മ പോയി കഴിഞ്ഞാൽ അച്ഛനും തനിയെ ഇരിക്കാൻ പറ്റില്ല, അച്ഛനും അങ്ങോട്ടേക്ക് മാത്രമല്ല വർഷയും ശ്രീകാന്തിനെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് വർഷയുടെ അമ്മ പല തവണകളായിട്ട് ശ്രമിക്കുന്നു, അതുകൊണ്ട് തന്നെ അവരെയും കൂട്ടിക്കൊണ്ടുപോകും, നമ്മൾ മാത്രം ഇവിടെ ഒറ്റപ്പെട്ടു പോകും, അച്ഛൻ്റെ ആഗ്രഹം എന്നത് 3 മക്കളെയും ഒരുമിച്ച് മരിക്കുന്നത് വരെ കാണണമെന്നല്ലായിരുന്നു എന്നൊക്കെ രേവതി ചോദിക്കുന്ന നേരത്താണ് സച്ചി പറയുന്നത്. നീ പറഞ്ഞപ്പോഴാണ് രേവതി എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്, എന്തായാലും ആ ഒരു സമയത്ത് ഞാൻ ഇത് കാര്യം ഓർത്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അവന് വീട് മേടിക്കുന്നതിനും തടഞ്ഞു, എന്തായാലും ഞാൻ അവനോട് പോയി സംസാരിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സച്ചി പോകാതിരിക്കുന്ന നേരത്തെ രേവതി തടഞ്ഞു നിർത്തുന്നുണ്ട്. നിങ്ങൾ ഇനി എങ്ങോട്ടും പോകണ്ട, നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ പോയി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ ഏട്ടൻ വീട് മേടിക്കുന്നതിൻ്റെ കുശുമ്പോണ്ടാണ് പറയുന്നതെന്ന് വിചാരിക്കുക, അതുകൊണ്ട് ഇപ്പോൾ ഇതേക്കുറിച്ച് ചർച്ചയൊന്നും വേണ്ട എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നത്, എന്തായാലും ഒരു കാര്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് നല്ലതാണെങ്കിലും ചീത്തയാണ് നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരാം, അതിന് മുന്നോടിയായിട്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് എൻ്റെ അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ നല്ലത് സംഭവിക്കാനുണ്ടായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോഴത്തേക്ക് രേവതി അത് ശരിവെക്കുകയാണ്. അതിനുശേഷം സച്ചി പറയുന്നത്, ഇതിന് പിന്നിൽ സംഭവിക്കുന്ന മറ്റൊരു നല്ല കാര്യം എന്താണെന്ന് ശ്രുതി പോയി വീട്ടിൽ വിട്ട് പോയി കഴിഞ്ഞാൽ ആ റൂം നമുക്ക് കിട്ടും, പിന്നെ നമ്മൾ പുതിയ റൂമൊക്കെ കെട്ടി ചിലവുകളൊന്നും കൂടുതലായിട്ട് ഉണ്ടാക്കുകയൊന്നും വേണ്ട, ആ ഒരു പൈസ നമ്മുടെ കയ്യിലിരിക്കുമെന്നൊക്കെ സച്ചി പറയുമ്പോഴത്തേക്കും സച്ചിയായിട്ടും പറഞ്ഞാലും കാര്യമുണ്ടെന്നൊക്കെ രേവതി പറയാണ്. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ സച്ചി പറയാം, എന്തായാലും ഈ ഒരു നല്ല കാര്യം, ഈ ഒരു സന്തോഷ വാർത്ത അറിഞ്ഞതുകൊണ്ട് തന്നെ നീ എനിക്കൊരു ചക്കര താണെന്ന് പറയുമ്പോഴത്തേക്കും രേവതി വേഗം അടുക്കളയിൽ നിന്ന് ചക്കര എടുക്കാണ്ട് പോകണ്ടാവും. പെട്ടെന്ന് തന്നെ സച്ചി പറഞ്ഞു, ആ ചെറിയ ചക്കരയല്ല ഞാൻ പറഞ്ഞത്, ഞാനൊരു ഉമ്മയുടെ കാര്യമാണ് പറഞ്ഞത്, അതൊന്നും നീ തന്നിട്ട് പോകുന്ന രേവതിയോട് പറയുന്ന സമയത്ത് രേവതി സച്ചിയുടെ കവളിലായിട്ടൊരു ഉമ്മ നൽകിയതിന് ശേഷം അവിടെ നിന്ന് ഓടിപ്പോവാൻ കേട്ടോ. അതിനുശേഷം കാണിക്കുന്ന ശ്രുതിയും കൂടി ഒരു വീട് കാണുന്നതിന് വേണ്ടി പോവുകയാണ്, കൂടെ ആനന്ദം ഉണ്ടാവും. വീട്ടിലേക്ക് ചെന്ന് കയറിയതിന് ശേഷം വീടിൻ്റെ പശ്ചാത്തലം കാണുമ്പോഴത്തേക്ക് ഇരുവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അതേസമയം തന്നെ ആ വീടിൻ്റെ ഓണർ എന്ന് പറയുന്ന വ്യക്തി ശ്രുതിയോട് പറയുന്നുണ്ട്, നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ് ഞാൻ കാത്തിരുന്നത്, നിങ്ങൾ ഈ ഒരു വീട് മേടിക്കാൻ വളരെയധികം സന്തോഷമാവും, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് പണിതൊരു വീടാണിത്, ഇപ്പോൾ വിൽക്കണമെന്നൊരു താല്പര്യത്തോട് വിൽക്കുന്നല്ല, ദുബായിലെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, അതുകൊണ്ട് മാത്രമാണ് വിൽക്കുന്നത്, നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഈ വീട് നിങ്ങൾ ഭദ്രമായി തന്നെ സൂക്ഷിക്കുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഈ ഒരു വീട് മേടിക്കണമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതിക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ടോ. അങ്ങനെ അവരെല്ലാ ഭാഗവും വീട് ചുറ്റിക്കറങ്ങി കണ്ട് കഴിയുമ്പോഴത്തേക്ക് ശ്രുതി പറയുന്നത്, ശ്രുതി എനിക്ക് ഈ വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഞാൻ സ്വപ്നത്തിലാണ് നടക്കുന്നത് വരെ എനിക്കിപ്പോൾ തോന്നിപ്പോവുകയാണെന്നൊക്കെ പറയുമ്പോൾ ഈ സ്വപ്നത്തിലൊന്നുമല്ല ശ്രുതി, നമ്മൾ നേരിട്ട് തന്നെ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ഒരു വീട് മേടിക്കാൻ ഒരുങ്ങുകയാണെന്നൊക്കെ പറയുമ്പോഴത്തേക്കും എന്തായാലും ഈ ഒരു വീട് നമുക്ക് മേടിച്ചേ മതിയാവും ശ്രുതി എന്ന് ശ്രുതി പറയുകയാണ്. അങ്ങനെ ഈ ഒരു വീട് മേടിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ശ്രുതിയും ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്
ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.